ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും നെല്ലിക്ക ഇപ്പോൾ അവൈലബിൾ ആണ്. നെല്ലിക്ക ഉപ്പിലിടുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. നെല്ലിക്ക ഞാൻ 2-3 വട്ടം വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ചെറുതും ഉണ്ട്, ഇതിൽ കുറച്ച് വലുതൊക്കെ ഉണ്ട്. നന്നാക്കി കഴുകിയത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പുഴുങ്ങാന്ന് പറയുമ്പോൾ ഓവറായിട്ടൊന്നും നമ്മൾ പുഴുങ്ങുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം തിളയ്ക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നാക്കി തിളപ്പിച്ചെടുക്കാം. നന്നാക്കി തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നെല്ലിക്ക മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കരണ്ടി വെച്ചിട്ട് നന്നാക്കി ഇളക്കുക. 2 മിനിറ്റ് വരെ ഒന്ന് മൂടി വയ്ക്കുക. ഗ്യാസ് ഓഫാക്കുക. ഇറക്കി വെച്ചു. നേരെ നെല്ലിക്ക കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ കൂടുതൽ ടൈമൊന്നും ഈ നെല്ലിക്ക ഇതിൽ ഇട്ട് വയ്ക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രമേ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ കോരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നെല്ലിക്ക നന്നാക്കി വേവില്ല. ഏകദേശം ഒരു പച്ചച്ചോയൻ്റെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നെല്ലിക്ക നന്നാക്കി ചൂടാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം നന്നാക്കി ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഭരണിയല്ല, കുപ്പി ഭരണിയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കുറച്ച് മുളകും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് നമ്മൾ നേരെ പച്ചയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നെല്ലിക്ക മാത്രമേ ഉപ്പിലിടുന്നുള്ളൂ. ബാക്കി അച്ചാറിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഇത്രയും അച്ചാറിന് വേണ്ടി എടുത്ത് വയ്ക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചൂടാറിയ നെല്ലിക്ക ഇട്ട വെള്ളമാണ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3/4 ഭാഗം വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും വെള്ളം മതിയെ. ഇനി നമ്മൾ വിനാഗിരിയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെല്ലിക്ക നല്ല മുങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കല്ലുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ബാക്കി വന്ന മുളകും കൂടെ മേലിട്ട് കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഐറ്റമാണ് നമ്മൾ വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് മേലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ. അപ്പം ഇതിൽ കിടന്ന് അലിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെല്ലിക്കെടുത്ത് കഴിക്കുമ്പോൾ. വറ്റൽമുളക് ഇട്ടുകൊണ്ട് ഈ നെല്ലിക്കൻ്റെ വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കുക. പക്ഷേ ഏറ്റവും രസം കഞ്ഞിക്ക് കൂട്ടി കഴിക്കാനാണ് കേട്ടോ. പിന്നെ 2 ദിവസം പുറമേ വയ്ക്കുക. ബാക്കി ദിവസം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ നെല്ലിക്ക തീരെ കേടാവില്ല. ഇനി നെല്ലിക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.